ഹായ്, വെൽക്കം ടു മജൂസ് ഫുഡ് ടെക്. ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ആവി പറക്കുന്ന കിടിലൻ മുട്ടപ്പുട്ടാണ്. പുട്ട് പലതരം ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു വെറൈറ്റി പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മുട്ട ചിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി ഇതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്നുകൂടെ ഇളക്കിയിട്ട് മൂടി വെക്കാം. മൂടി തുറന്ന് സവാള ഒന്നുകൂടി നന്നായി വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയാൽ മതി. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റൊന്നും വേണ്ട. വളർന്നു വന്നുള്ള സവാളയ്ക്ക് 2 മീഡിയം തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പിട്ട് എല്ലാതും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് വഴറ്റുന്നത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയും മസാലയും ഒക്കെ നന്നായി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇനി ഇതുപോലെ നടുവിലൊരു സ്പേസ് ഉണ്ടാക്കി അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുട്ടയും മസാലയും പിടിക്കുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില, പുതിന, കറിവേപ്പിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി പുട്ടുണ്ടാക്കാം. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 സ്പൂണ് മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം. ഇനി പുട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ആവി വന്നിട്ടുണ്ട്. ഇനി പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ആവി പറക്കുന്ന ചൂടോടെ കഴിക്കാൻ പറ്റിയ മുട്ടപ്പുട്ട് റെഡി. ഇനി പുട്ട് കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട. ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.